നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി എത്ര മലയാളത്തിൽ എഴുതിയ ആളുകൾക്ക് ഈ എക്സാം കിട്ടുന്നുണ്ട്. ഒരു മർമ്മം അറിഞ്ഞ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ടെക്നിക്കൽ പരീക്ഷ വരുമ്പോൾ ടെക്നിക്കൽ പരീക്ഷകൾക്ക് സയൻസ് സബ്ജക്റ്റിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ റെയിൽവേ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ പോകുന്ന കുറേ പേരുടെയെങ്കിലും സംശയമാണ് റെയിൽവേ പരീക്ഷ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്താൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്താണ് അതിനുള്ള ഒരു മറുപടി? നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരുപാട് പേരുടെ ഒരു ചോദ്യമാണ് ഈ നിങ്ങൾ ക്ലാസ്സുകൾ മലയാളത്തിലൂടെ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, നിരവധി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ നമ്മളൊരു മലയാളം എന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലാണ് ഫുൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊരു അർത്ഥമല്ല. നമ്മൾ മലയാളത്തിലൂടെ ചേർന്നാണ് നമ്മുടെ അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. പക്ഷെ ഒരു ഫുൾ മലയാളം മോഡിലല്ല നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടാതെ വരുമോ, അതിന്റെ പ്രോബബിലിറ്റി മാത്രമാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ റെയിൽവേ എക്സാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. റെയിൽവേ വർഷങ്ങളായിട്ട് എക്സാം നടത്തുന്നത് അവരുടെ ഒരു മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജുകളിലാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പ്രശ്നമില്ല. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ബാങ്കുകളും ക്വസ്റ്റ്യനും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ മലയാളത്തിൽ നടത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഒരു ചലഞ്ച് തന്നെയാണ് ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മെയിൻലി എവിടുന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കിടക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു പെർസെൻറ്റേജ് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ റെയിൽവേയുടെ ഈ പരീക്ഷയും കൂടെ അതേ ഒരു മോഡിൽ പഠിച്ചാൽ കിട്ടുമോ എന്ന ചിന്തയിലായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ മെയിൻലി വന്നിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രണ്ട് എക്സാമുകളുടെയും സിലബസുകൾ നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇതിന്റെ ഒരു വ്യത്യാസം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ റെയിൽവേ ഒരു എക്സാമിന്റെ പ്രത്യേകത തന്നെ അറിയാം. ഒരു 55% മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. നമ്മുടെ PSC എക്സാമിൽ വരുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം, 10 മുതൽ 20% മാത്രം വെയിറ്റേജ് മാത്സിനും റീസണിങ്ങിനും വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെയുണ്ട്. അതായത് ബൈ ഹാർട്ടിംഗ് സിസ്റ്റം ഒന്നും അല്ല അവിടെ വരുന്നത്. നമ്മൾ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം കിട്ടുള്ളൂ. മറ്റൊരു ചലഞ്ച് കൂടി പറയുകയാണെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ പോലെയുള്ള കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷകൾ എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ച് റെയിൽവേയുടെ ഒരു സെയിം സിലബസ് പാറ്റേൺ ആണ്. ഇംഗ്ലീഷ് ഇല്ല എന്നൊരു വ്യത്യാസം ഒഴിച്ചാൽ സെയിം സിലബസ് പാറ്റേൺ ആണ് അവർ കവറപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് സെലക്ഷൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും റെയിൽവേ കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി വളരെ കൂടുതലുമാണ്. CGL മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകൾ എഴുതുന്നവർക്കും ഗ്രൂപ്പ് ഡി പോലെയുള്ള ചെറിയ എക്സാംസ് വരെ എഴുതാം എന്ന് പറയുന്നതും ഒരു ചലഞ്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോബബിലിറ്റി പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുക, ഒരു 90% പ്രോബബിലിറ്റിയും അതിന്റെ മീഡിയം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കിട്ടാൻ ചാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ ക്ലാസ്സുകൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി എത്ര മലയാളത്തിൽ എഴുതിയ ആളുകൾക്ക് ഈ എക്സാം കിട്ടുന്നുണ്ട്. നിങ്ങൾ ആ വെയിറ്റേജ് വെക്കണം, പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏത് മോഡിൽ പ്രിപ്പയർ ചെയ്ത ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ എക്സാം ക്ലിയർ ചെയ്യുന്നതെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു എങ്ങനെയെങ്കിലും ചുമ്മാ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രിപ്പറേഷൻ നടത്തിയാൽ മാത്രം പോരാ, അത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു മോഡിൽ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെയും ഒരു മർമ്മം അറിഞ്ഞ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മളൊരു യുദ്ധം ചെയ്യുന്ന ഫീലാണ് ഓരോ പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ മർമ്മം അറിഞ്ഞ് തന്നെ ഓരോ പരീക്ഷയും നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി തയ്യാറെടുക്കണം. അങ്ങനെ തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ എന്താണ് മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്നുള്ള പാറ്റേൺ മനസ്സിലാക്കി തന്നെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി എന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേ ഇപ്പോൾ ഒരുപാട് പരീക്ഷകൾ ബാക്ക് ടു ബാക്ക് വരുന്നു. അതായത് ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ വർഷവും റെയിൽവേ പരീക്ഷ നടത്താനായിട്ട് തുടങ്ങിയപ്പം ഒരു പരീക്ഷ തീരുന്നതിന് മുമ്പേ അടുത്ത എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഓരോ എക്സാമിനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണോ, അല്ലെങ്കിൽ റെയിൽവേക്ക് കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതിയോ എന്നൊരു സംശയം പല വിദ്യാർത്ഥികളും ചോദിച്ചു കാണാറുണ്ട്. അതിനൊരു ക്ലിയർ ഉത്തരം പറയാൻ പറ്റും. അതെ, റെയിൽവേയുടെ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷകളുണ്ട്, NTPC എക്സാം ഉണ്ട്, ടെക്നീഷ്യൻ, ALP, ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഒരു വർഷം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളിൽ എല്ലാ പരീക്ഷകളും നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും സിലബസിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. ചെറിയ വ്യത്യാസമുള്ളത് ടെക്നിക്കൽ പരീക്ഷകളും നോൺ ടെക്നിക്കൽ പരീക്ഷകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ എല്ലാ പരീക്ഷകൾക്കും പഠിക്കേണ്ട സബ്ജക്റ്റാണ് മാത്സ്, റീസണിങ്, GK, അതിൻ്റെ കൂടെ തന്നെ സയൻസ്. ഈ 4 സബ്ജക്റ്റും തന്നെയാണ് എല്ലാ പരീക്ഷകൾക്കും പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ ആൾക്കാർ തന്നെ ആയിരിക്കും NTPC പരീക്ഷ എഴുതുന്നത്. അവർ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ടെക്നീഷ്യന്റെ പരീക്ഷ എഴുതുന്നത്. അവരിൽ തന്നെ കുറെ ആൾക്കാർ തന്നെ ALPയുടെ പരീക്ഷ എഴുതും. അപ്പോൾ എല്ലാ പരീക്ഷകളും
കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെയായിരിക്കും ഈ പരീക്ഷകളെല്ലാം ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും ഒരേ തരത്തിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. കാരണം ടെക്നിക്കൽ പരീക്ഷ വരുമ്പോൾ ടെക്നിക്കൽ പരീക്ഷകൾക്ക് സയൻസ് സബ്ജക്റ്റിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേസമയം നോൺ ടെക്നിക്കൽ പരീക്ഷ വരുമ്പോൾ സയൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും സയൻസിനും ഇമ്പോർട്ടൻസ് ഉള്ള പരീക്ഷയാണ് റെയിൽവേയിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു ഡിഫറൻസ് മാത്രമേ കോമൺലി റെയിൽവേയുടെ എല്ലാ പരീക്ഷകളും തമ്മിൽ ഉള്ളൂ. അതുകൊണ്ട് ഓരോ പരീക്ഷയ്ക്കും വ്യത്യസ്തമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പ് ഡിക്ക് പഠിക്കുന്നത് ഒരു മെത്തേഡ്, NTPCക്ക് പഠിക്കുന്ന വേറൊരു മെത്തേഡ്, അല്ലെങ്കിൽ ALP പഠിക്കുന്ന വേറൊരു മെത്തേഡ്, അങ്ങനൊന്നുമില്ല. എല്ലാ പരീക്ഷകളും ഒരേ തരത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യും. അപ്പം ഒരു വർഷം ഈ 5 or 6 പരീക്ഷകൾക്ക് ഒരാൾക്ക് ഒരേ തരത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അപ്പിയർ ചെയ്യാം. അങ്ങനെയുള്ളവർ തന്നെയാണ് ഈ പരീക്ഷകളെല്ലാം ക്ലിയർ ചെയ്യുന്നത്. ഒരു പക്ഷേ ആദ്യം എഴുതുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ അയാൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് വരുന്ന NTPC ആയിരിക്കും അവർ ക്ലിയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ടെക്നീഷ്യൻ പരീക്ഷ ആയിരിക്കും, അതല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ALP പരീക്ഷ ആയിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പരീക്ഷ ആയിരിക്കും ഇവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഡിപ്പെൻസ് അവർ എത്രത്തോളം പ്രിപ്പയർഡ് ആയി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാം, റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും ഒരേ തരത്തിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനിയും ഇംഗ്ലീഷ് കൂടി ആഡഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അവർക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾക്കും ഇതിന്റെ കൂടെ തന്നെ അപ്പിയർ ചെയ്യാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഇല്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാം അല്ല. SSCയും റെയിൽവേയും ഒരേ തരത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എക്സാംസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മെയിൻലി ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, മലയാളത്തിൽ റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെയായിരുന്നു ഈ പറഞ്ഞ ഈ റെയിൽവേയുടെ പല എക്സാംസുകൾ ഇപ്പൊ ഒരു നോട്ടിഫിക്കേഷൻസ് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ എല്ലാ എക്സാംസിനും സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണോ, ഒറ്റ ഒരു ഫൗണ്ടേഷൻ പോലെ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതിയോ എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി റെയിൽവേ SSC പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.